ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് തെരഞ്ഞെടുക്കുവാൻ സാധിക്കയില്ല. നമ്മുടെ ജനന സ്ഥലം അതൊന്നും നമുക്ക് തെരഞ്ഞെടുക്കുവാൻ സാധിക്കയില്ല. നാം ആണായി പിറക്കണമോ പെണ്ണായി പിറക്കണമോ നമുക്ക് തെരഞ്ഞെടുക്കുവാൻ സാധിക്കയില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുക്കുവാൻ സാധിക്കാത്ത നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഇവയിൽ പലതും നമുക്ക് തെരഞ്ഞെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ജനനം നമുക്ക് തെരഞ്ഞെടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഒരു ജനനം നമുക്ക് തെരഞ്ഞെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് നമുക്ക് സാധിക്കുന്നത്? ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ ഒരു ദിവസം ജനിച്ചവരാണ്. നമ്മുടെ മാതാപിതാക്കളുടെ അരുമസന്താനമായി നാം ലോകത്തെ ജനിച്ചു. ചില ആളുകളൊക്കെ ജന്മദിവസങ്ങൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. ചില ആളുകളാണെങ്കിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. നാം ഒക്കെ ലോകത്തിൽ ജനിച്ച ഒരു ദിവസമുണ്ട്. എന്നാൽ ബൈബിൾ ഓർപ്പിക്കുന്നു, നമ്മൾ ഒന്നുകൂടി ജനിക്കണം. അതെവിടെയാ ജനിക്കേണ്ടത്? അത് ദൈവഭവനത്തിലാണ് ജനിക്കേണ്ടത്. ദൈവമക്കളായിട്ടാണ് നമ്മൾ ജനിക്കേണ്ടത്. അതിനാണ് വീണ്ടും ജനനം എന്ന് തിരുവെടുത്ത് പറയുന്നത്. അത് നമുക്ക് തെരഞ്ഞെടുക്കുവാൻ പറ്റുന്ന ഒരു ജനനമാണ്. ഒരു വ്യക്തി വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അപ്പോഴാണ് അവന്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നത്. അവന്റെ പാപഭാരമെല്ലാം മാറിപ്പോകുന്നത് അവൻ പുതുതായി ജനിക്കുന്നതോടുകൂടെയാണ്. ഒരുവന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായ കാര്യം അവൻ പുതുതായി ജനിക്കുന്നു, ആ ജനനം തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പകലിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒട്ടേറെ കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. പക്ഷെ വളരെ വ്യക്തമായി ഞങ്ങൾ പറയട്ടെ, ഒരു പുതിയ ജനനം നിങ്ങൾ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയാനകമായ അവസ്ഥയായിരിക്കുമെന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ ഓർപ്പിക്കട്ടെ. എന്തുകൊണ്ട് മനുഷ്യൻ പുതുതായ ജനനം തെരഞ്ഞെടുക്കണം? അതിന്റെ കാരണമെന്നുള്ളത്, മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. പല ആളുകളും വിചാരിക്കുന്നത് മരണത്തിനപ്പുറം മനുഷ്യനൊരു ജീവിതമൊന്നുമില്ല എന്നാണ്. എന്നാൽ ഞങ്ങൾക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, മനുഷ്യൻ കേവലം ഒരു ജൈവരാസപിണ്ഡമല്ല. മനുഷ്യൻ അവന്റെ ഉള്ളിൽ അനന്തമായ ഒരാത്മാവുണ്ട്. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യരുടെ ജീവിതം. മരണമറയ്ക്കപ്പുറത്ത് മനുഷ്യരുടെ ജീവിതമുണ്ട് എന്നുള്ളതാണ്. ആ ജീവിതം നിത്യമായി സ്വർഗത്തിൽ ഒരുവന് ചെലവഴിക്കുവാൻ സാധിക്കണമെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് അവനൊരു പുതുജനനം തെരഞ്ഞെടുത്തേ പറ്റുകയുള്ളൂ. വീണ്ടും ജനനം തെരഞ്ഞെടുത്തേ പറ്റുകയുള്ളൂ. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച ആളുകളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പത്തനംതിട്ട നഗരത്തിൽ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ജനനം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴാണ് ആ പുതിയ ജനനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് ആ പുതിയ ജനനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ആ വിഷയം ഞങ്ങൾ പിന്നെയും സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ജനനം നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുകയില്ല എന്നുള്ളത് ശരി തന്നെ. അതുമാത്രമല്ല, അപ്പോൾ ഒരു പുതിയ ജനനം നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ ഓർപ്പിച്ചത്. നമ്മുടെ മാതാപിതാക്കൾ ആരായിരിക്കണം നമുക്ക് തെരഞ്ഞെടുക്കുവാനായിട്ട് പറ്റുകയില്ല. പക്ഷെ ഞങ്ങൾ ഓർപ്പിക്കുന്നു, നമുക്ക് ഒരു പിതാവിനെ തെരഞ്ഞെടുക്കുവാനായിട്ട് പറ്റും. ആരാണ് ആ പിതാവ് എന്നുള്ളത്? സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ളതാണ്. മാനവജാതിയെ സൃഷ്ടിച്ചവൻ, ആഴിയെയും ഊഴിയെയും സൃഷ്ടിച്ചവൻ, സകല അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച തേജോമയനായ ദൈവം, ആ ദൈവത്തെ നമുക്ക് പിതാവായിട്ട് തെരഞ്ഞെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ